ആദ്യം തന്നെ പറയട്ടെ, പോര സൈമ. ആഴ്സണൽ ഫാൻസിനോടാണ് പറയുന്നത്, ഈ കളി വെച്ചിട്ട് നിങ്ങൾ ഈ വട്ടം പ്രീമിയർ ലീഗും ചാമ്പ്യൻസ് ലീഗും ഒക്കെ അടിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരി ബുദ്ധിമുട്ടാ. അർട്ടേറ്റയ്ക്ക് ഇത് ഇതൊരു ലാസ്റ്റ് റിസോർട്ട് പോലെയുള്ള ഇതാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ സീസണിൽ. കാരണം കുറെ നാളെ ട്രസ്റ്റ് ദ പ്രോസസ് എന്നും പറഞ്ഞിട്ട് ആള് ഇങ്ങനെ എന്താ പറയുക നടക്കാൻ തുടങ്ങിയിട്ട് ആള് പ്രോസസ്സും പ്രോഗ്രസ്സും ഉണ്ടാക്കിയിട്ടും ഉണ്ട്. അതുകൊണ്ട് സമ്മതിച്ചു കൊടുക്കണം നമ്മൾ കാര്യങ്ങൾ പറയുമ്പോൾ. പക്ഷേ ഒരു കപ്പില്ലാണ്ട് ഈ പറയുന്ന പ്രോഗ്രസ്സിനെ നമുക്ക് വാലിഡേറ്റ് ചെയ്യാൻ പറ്റില്ല. അതാണ് അതിൻ്റെ ഒരു പ്രശ്നം. അപ്പോൾ ഈ സീസൺ എന്ന് പറയുന്നത് അർട്ടേറ്റയ്ക്ക്, പ്രത്യേകിച്ച് ആഴ്സണൽ ഫാൻസിന് തെളിയിക്കാനുള്ളതാണ്. ഇത്ര നാളും ഞങ്ങൾ പ്രോഗ്രസ് ഉണ്ടാക്കിയതിനൊക്കെ ഒരു ഫലമുണ്ട് എന്ന് കാണിക്കാനുള്ള സീസൺ. അപ്പോൾ നമുക്ക് ആദ്യം ഗെയിം അനാലിസിസ് തുടങ്ങാം. ആദ്യം ഒരു ടാക്ടിക്കൽ സെറ്റപ്പാണ് ആദ്യം പറയാൻ പോകുന്നത്. ഇതിൻ്റെ ആദ്യത്തെ മാച്ച് റിവ്യൂ വീഡിയോ ആണ്. നമ്മളിപ്പോൾ സാധാരണ ഒരു ഫുട്ബോൾ ചാനലിൽ കണ്ടുവരുന്ന പോലെ ഇങ്ങനെയായിരുന്നു ഓരോ സെഗ്മെന്റ് ആക്കിയിട്ട്. അങ്ങനെ എന്നോട് കുറച്ച് പേര് പറഞ്ഞു ഇങ്ങനെ നമുക്ക് സെഗ്മെന്റ് ആക്കിയിട്ട് ചെയ്യണം, ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. ഞാനിതിൽ എൻ്റെതായ ഒരു രീതിയിൽ പറയാനാണ് ശ്രമിക്കുന്നത്. നിങ്ങളുടെ എല്ലാവരുടെയും ഫീഡ്ബാക്കുകളൊക്കെ വെൽക്കം ആണ്. അപ്പോൾ എൻ്റെതായ ഒരു സ്റ്റൈൽ കൊണ്ടുവരാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് മാത്രം. ഓക്കെ, അപ്പോൾ ഞാൻ അത് ടാക്ടിക്കൽ സെറ്റപ്പിലാണ് തുടങ്ങുന്നത്. എങ്ങനെയായിരുന്നു ഈ ടീമുകൾ എങ്ങനെയായിരുന്നു ഫീൽഡിൽ ഉണ്ടായിരുന്നു എന്ന് പറയാൻ. ആഴ്സണലിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോപ്പ് സൈഡഡ് ആയിരുന്നു. ഒരു സൈഡിലേക്ക് ചെരിഞ്ഞിട്ടുള്ള കളിയായിരുന്നു ആഴ്സണലിൻ്റെ. അതായത് നോണി മധുവയ്ക്ക് ഈ റൈറ്റ് വിങ്ങിൽ അവൻ ലൈനിനെ ടച്ച് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. അവിടെ അത്രയും വൈഡായിട്ടാണ് നിൽക്കുന്നത്. അവിടെ വൈഡായിട്ട് നിൽക്കുമ്പോൾ എസ് എ ഓപ്പോസിറ്റ് വിങ്ങിൽ വൈഡായിട്ടല്ല കളിക്കുന്നത്. എസ് എ കുറച്ചും കൂടി മിഡിലായിട്ട് വന്നിട്ട് കളിക്കണം. അപ്പോൾ ആഴ്സണലിൻ്റെ ഒരു ലോപ്പ് സൈഡഡ് ഫോർമേഷനിലാണ് അവർ കളി വരുന്നുണ്ടായിരുന്നത്. ഇതിൽ ഏറ്റവും എടുത്തു പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സുബിമെൻഡി ആഴ്സണലിന്റെ ഈ വട്ടത്തെ ഏറ്റവും ബെസ്റ്റ് സൈനിങ് ഗ്യോക്കോറസ് അല്ല. ഗ്യോക്കോറസ് തെളിയിക്കാനുണ്ട്, ഗ്യോക്കോറസ് തെളിയിക്കുമായിരിക്കും, ചിലപ്പോൾ 10-50 ഗോൾ അടിക്കുമായിരിക്കും ഒരു സീസൺ. പക്ഷേ ഈ ട്രാൻസ്ഫോർമേറ്റീവ് കളി വരാൻ പോകുന്നത് സുബിമെൻഡിയുടെ കയ്യിൽ നിന്നാണ്. അവരുടെ വാട്ട് എ പ്ലെയർ. കഴിഞ്ഞ വീക്കെൻഡിലത്തെ 2 ഗോളുകൾ കൊണ്ട് മാത്രമല്ല ഇത് പറയുന്നത്. ഇവരുടെ ഈ ലോപ്പ് സൈഡഡ് ഫോർമേഷൻ ഇഫക്റ്റീവ് ആവണമെങ്കിൽ മിഡിൽ ഹോൾഡിങ് കളിക്കുന്ന ആള് ബോൾ എടുത്ത് അങ്ങോട്ട് ടച്ച് ചെയ്ത് നിൽക്കുന്ന ആൾക്ക് കുറച്ച് ലോപ്പ് സൈഡഡ് പാസുകൾ കൊടുക്കണം, നല്ല ലോങ് പാസുകൾ. അതൊക്കെ പക്കയായിരുന്നു. ആൾ ഭയങ്കര ടെക്നിക്കലി ഗിഫ്റ്റഡ് മിഡ്ഫീൽഡറാണ് സുബിമെൻഡി എന്ന് പറയുന്നത്. അപ്പോൾ അയാളത് ഭയങ്കര കിടിലനായിട്ട് ചെയ്യേണ്ടായിരുന്നു. അപ്പോൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മാത്രമല്ല, ഇനി അടുത്തൊരു ഗുണം വരാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സുബിമെൻഡിക്ക് ഇത്രയും നന്നായിട്ട് ഇത് കൺട്രോൾ ചെയ്യാം. സുബിമെൻഡിൻ്റെ മിക്കൽ മോറിനോ ഉണ്ട്, 2 പേര് റിയൽ സോസിഡേഡിന്റെ മുന്നത്തെ പ്ലേയേഴ്സാണ്. അപ്പോൾ ഇവർക്ക് 2 പേർക്കും ഇത് അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ മെറീനോയും ഭയങ്കര, സ്പെയിനിലും പിന്നെ അറിയാമല്ലോ ടെക്നിക്കൽ ഗിഫ്റ്റഡ് ആയിട്ടുള്ള കുറേ മിഡ്ഫീൽഡേഴ്സ് ഉള്ള രാജ്യമാണ് സ്പെയിൻ. അപ്പോൾ ഇവർക്കത് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അവിടെയുള്ള അടുത്തൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒഡെഗാർഡ് കളിക്കുമ്പോൾ ഒഡെഗാർഡിന് ഫ്രീ ആയിട്ട് വിടാൻ പറ്റും. ഒഡെഗാർഡ് കളിക്കാൻ ഇറങ്ങുമ്പോൾ, ഫസ്റ്റിൽ കളിക്കാൻ ഇറങ്ങുമ്പോൾ ഒഡെഗാർഡിന് ഫ്രീ ആയിട്ട് വിടാൻ പറ്റും. അപ്പോൾ ഒഡെഗാർഡിന് കുറച്ചും കൂടി അറ്റാക്കിങ് മാത്രം ഫോക്കസ് ചെയ്യാൻ പറ്റും. അതാണ് അതിൻ്റെ അടുത്തൊരു ഗുണം വരാൻ പോകുന്നത്. പക്ഷെ നമുക്ക് ഇന്നത്തെ കളിയിലേക്ക് അപ്പോൾ മധുവയ്ക്ക് അപ്പോൾ ഭയങ്കരമായിട്ട് ഇന്നത്തെ കളിയിൽ ഇമ്പ്രസ് ചെയ്ത ഒരാളാണ് സുബിമെൻഡി. സുബിമെൻഡി ഈ സീസൺ പോകുന്തോറും ആഴ്സണലിൻ്റെ ഏറ്റവും ബെസ്റ്റ് പ്ലെയറായിട്ട് മാറാനുള്ള ചാൻസുകൾ വളരെ കൂടുതലാണ്. അത് കഴിഞ്ഞിട്ട് അതുപോലെ തന്നെ ഇമ്പ്രസ് ചെയ്ത ഒരു പ്ലെയറാണ് മധുവയ്ക്ക്. സത്യം പറയാൻ വെച്ചാൽ ചെൽസിയിൽ നിന്ന് പോയതുകൊണ്ട് അവൻ ഗുണം പിടിക്കല്ലേ എന്നുള്ളൊരു പ്രാർത്ഥന എനിക്കുണ്ട്. പക്ഷെ മധുവയ്ക്ക് വളരെ നന്നായിരുന്നു. പക്ഷെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരിങ്ങനെ ഈ ലോപ്പ് സൈഡഡ് ആയിട്ട് കളിക്കുന്ന കാരണം മധുവയ്ക്കിൻ്റെ അടുത്തേക്ക് ഒരു പാസ് എത്തുമ്പോൾ മധുവയ്ക്കിനെ അവർ 2 പേരായിട്ട് പിടിക്കണമെന്ന് ഡബിൾ ഡൗൺ ചെയ്യും അവൻ കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിങ്ങനെ കിടക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കളിക്കുന്നതുകൊണ്ട് ഈ മധുവയ്ക്കോട്ടൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ, ഫൈനൽ ബോളാണ് മധുവയ്ക്കോട്ട് എപ്പോഴുള്ള പ്രശ്നം. അവൻ ഡയറക്റ്റ് പ്ലെയറാണ്. ബോൾ കിട്ടി കഴിഞ്ഞാൽ നേരെ ബോക്സിനുള്ളിലോട്ട് പോകും, നേരെ കട്ട് ബാക്ക് അല്ലെങ്കിൽ സ്ക്വയർ പാസ്. ഇതാണ് അവൻ്റെ കളി രീതി. ഇമ്പാക്റ്റ് ഉണ്ടാക്കുക എന്നാണ് ബേസിക്കലി മധുവയ്ക്കോട്ട് ഒരു കളി രീതി എന്ന് പറയുന്നത്. അപ്പോൾ അതങ്ങനെ ഡബിൾ ഡൗൺ ചെയ്ത് കളിക്കുമ്പോഴും ഇന്നത്തെ കളിയിലും ഇമ്പ്രസീവ് ആയിരുന്നു, കഴിഞ്ഞ വീക്കെൻഡിലത്തെ കളിയിലും ഇമ്പ്രസീവ് ആയിരുന്നു. പക്ഷെ അപ്പോഴും അവിടെ എപ്പോഴും ഷോർട്ടായിട്ട് കിടക്കുന്ന ഒരു സാധനം എന്ന് പറയുന്നത് ഫൈനൽ ബോളാണ്. ആ ഫൈനൽ ബോളിലാണ് ഗെയിം ചേഞ്ച് ചെയ്യാനുള്ള റിസൾട്ടുകൾ വരുന്നത്. അതായത് ഗോളോ അസിസ്റ്റോ ചാൻസോ എന്ത് വരുന്നത് എല്ലാം ഈ ഫൈനൽ ബോളിൽ നിന്നാണ്. അപ്പോൾ ഫൈനൽ ബോൾ ആയിരുന്നു എപ്പോഴും ചെൽസിയിലായാലും അതൊക്കെയൊരു പ്രശ്നം. അപ്പം അതിന് ആഴ്സണലിൽ വരുമ്പോഴും നല്ല ഇമ്പ്രസീവായിട്ട് കളിക്കുന്നുണ്ടെങ്കിലും അതിലിപ്പോഴും ഇനിയും പ്രോഗ്രസ് കൊണ്ടുവരാനുണ്ട്. അറ്റായിട്ട് കൊണ്ടുവരുന്ന നമുക്ക് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ ബിൽബാവോ അങ്ങനെ 2 പേരായിട്ട് കളിക്കണ്ടായിരുന്നു. പിന്നെ മെറീനോയുടെ റോൾ എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, മെറീനോ എനിക്കറിയാം കഴിഞ്ഞ സീസൺ സ്ട്രൈക്കർ ഇല്ലാത്ത സമയത്ത് ആഴ്സണലിന് വേണ്ടി സ്ട്രൈക്കർ കളിച്ചാണ്. ഈ കഴിഞ്ഞ ആഴ്ച ആശാൻ പോയിട്ട് സ്പെയിനിൽ പോയി 2 ഗോളൊക്കെ അടിച്ചു വന്നു. മെറീനോ സംഭവം മിഡ്ഫീൽഡർ ആണെങ്കിലും ആൾക്ക് ഗോൾ അടിക്കാൻ നന്നായിട്ട് അറിയാം. ഈ ഗ്യോക്കോറസ് ബോൾ സെർച്ച് ചെയ്ത് ഏതെങ്കിലും വിങ്ങിലേക്ക് മിഡിലേക്ക് വന്നു കഴിഞ്ഞാൽ അപ്പോൾ ഓൺ ദ സ്പോട്ടിൽ മെറീനോ ബോക്സിലേക്ക് ഓടി കയറും. അപ്പോൾ ഇതായിരുന്നു അവരുടെ ഗെയിം പ്ലാൻ. ഇങ്ങനെ ചെരിഞ്ഞ് കളിക്കുന്നു. ആ ചെരിഞ്ഞ് കളിക്കണമെങ്കിൽ ഈ ലോപ്പ് സൈഡായിട്ട് കളിക്കുന്ന വിങ്ങിൽ കൂടെ കുറേ ബോളുകൾ വരുന്നുണ്ട്. പക്ഷെ ഫൈനൽ ബോൾ എപ്പോഴും ഉണ്ടാവുന്നില്ല. അങ്ങനെ കളിച്ച് വന്നൊക്കെ ഉണ്ടായിരുന്നു. ഈ സമയം അത്ലറ്റിക്കോ ബിൽബാവോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
അത്ലറ്റിക് ബിൽബാവോയ്ക്ക് ഈ പെനട്രേഷൻ ഭയങ്കര കുറവായിരുന്നു. ആ കുറവാനുള്ള കാരണം നിക്കോ വില്യംസിന്റെ കുറവാണ്. നിക്കോ വില്യംസിന്റെ ആയിരുന്നു അവർ കുറച്ചുകൂടി അടിപൊളിയായിട്ട് കളിച്ചത്. അപ്പോൾ എന്താ ഇനാക്കിയാണ് സ്ട്രൈക്കറായിട്ട്, അതുകൊണ്ട് നിക്കോന്റെ ചേട്ടൻ ഇനാക്കി വില്യംസ് ആണ് സ്ട്രൈക്കറായിട്ട് തുടങ്ങിയത്. പക്ഷേ ഇനാക്കി വില്യംസ് ബാക്കിലേക്ക് ഇതുപോലെ തന്നെ ബോൾ സെർച്ച് ചെയ്ത് വരും. അപ്പോൾ ഒയ്ഹാൻ സാങ്ഷെറ്റ് എന്ന് പറഞ്ഞൊരു പ്ലെയർ ഉണ്ട്. ഈ സാങ്ഷെറ്റ് കഴിഞ്ഞ സീസൺ 15 ഗോൾ അടിച്ചാണ് ലാ ലീഗയിൽ, നല്ല ഗോൾ അടി ഉണ്ടായിരുന്നത്. അപ്പോൾ സാങ്ഷെറ്റും ബോക്സിലേക്ക് കയറുന്നുണ്ടായിരുന്നു. അതുപോലെ വിങ്ങിൽ കളിക്കുന്ന ഒരു മിഡ്ഫീൽഡർ ഉണ്ട് ബെരങ്ക്യൂസ് എന്ന് പറഞ്ഞിട്ട്, അവനും കയറുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവർ രണ്ടുപേരും പക്ഷെ അവിടെ ഒരു കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അതായത് ഇവർക്ക് ഈ നല്ല ബോളുകൾ ഉള്ളിലേക്ക് വരുമ്പോൾ ബോക്സിൻ്റെ ഉള്ളിൽ പ്രസൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ആക്ച്വലി ഇനാക്കിയും നിക്കോയും ഒരുമിച്ച് കളിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര രസമായിരുന്നു കളി കാണാനായിട്ട്. അപ്പോൾ അവിടെ ആഴ്സണലിന് എന്താ പറയുക ഒരു ചെറിയ ലക്കുണ്ടായി. പക്ഷെ ഇങ്ങനെ ലോഫ് സൈഡായിട്ട് കളിച്ചിട്ടും സ്ലോ സ്റ്റാർട്ടായിരുന്നു രണ്ട് ഹാഫിലും. ഈ രണ്ട് ഹാഫിലും ആദ്യം ബിൽബാവോ നന്നായി കളിച്ചു തുടങ്ങിയിട്ടാണ് പിന്നെ ആഴ്സണൽ കളിച്ചു തുടങ്ങിയത്. അപ്പോൾ ആഴ്സണൽ പിന്നെ അങ്ങനെ എന്താ പറയുക സ്പേസ് കിട്ടി കളിച്ചു തുടങ്ങി. പിന്നെ ആഴ്സണൽ അങ്ങോട്ട് എന്താ പറയുക ഫസ്റ്റ് ഹാഫ് ഒരു 20 മിനിറ്റിന് ശേഷം പിന്നെ അങ്ങോട്ട് ആഴ്സണലായിരുന്നു. പിന്നെ സെക്കൻഡ് ഹാഫിലായാലും ഒരു 45-50 കഴിഞ്ഞപ്പോഴേക്കും വീണ്ടും ആഴ്സണൽ കയറി തുടങ്ങി. അപ്പോൾ അങ്ങനെയാണ്. പക്ഷേ ഇത് രണ്ടിനും ഗോളുകളൊന്നും ഉണ്ടായില്ല, 0-0 നിൽക്കുന്നുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് ആദ്യത്തെ ഗോൾ അർട്ടേറ്റയുടെ ചേഞ്ചസ് ആണ് ഈ കളി മാറ്റിയത്. ഈ കളി എങ്ങനെയാണ് മാറ്റിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ലോക്കായിട്ട് നിൽക്കുകയായിരുന്നു കളി. ലോക്കായിട്ട് നിൽക്കുകയായിരുന്നപ്പോൾ അവസാനത്തെ മിനിറ്റുകളിൽ അർട്ടേറ്റ സിംപ്ലി എന്താ പറയുക കുറച്ച് പേസ് ഇൻട്രൊഡ്യൂസ് ചെയ്തു ഗെയിമിൽ. ഈ പേസ് ഇൻട്രൊഡ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ആരും പ്രതീക്ഷിക്കാത്ത ഒരാൾ മാർട്ടിനെല്ലിയുടെ സ്ഥാനം ടീമിൽ ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മാർട്ടിനെല്ലിനെ അടുത്ത സീസൺ ടീമിൽ ഉണ്ടാവുമെന്ന് യാതൊരു ഉറപ്പില്ലാത്തൊരവസ്ഥയിലിരിക്കുകയാണ്. അപ്പോൾ മാർട്ടിനെല്ലിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു, ട്രൊസാർഡിനെ ഇൻട്രൊഡ്യൂസ് സെയിം ട്രൊസാർഡിന് നല്ല ഓഫറുകൾ കിട്ടാതിരുന്നതുകൊണ്ടാണ് ഈ സീസൺ പോകാതിരുന്നത്. ഇല്ലെങ്കിൽ ഓൾറെഡി ആഴ്സണലിൽ കളിക്കേണ്ട ഒരാളല്ലേ. അപ്പോൾ ഇവർ ഈ ആൾക്കാരെ കൊണ്ടിട്ടൊരു ചേഞ്ച് ഉണ്ടാവില്ല. ആഴ്സണൽ ഫാൻസിന് വേണമെങ്കിൽ പറയാം, നമ്മൾ നിക്കോ വില്യംസ് ഇല്ല എന്ന് പറഞ്ഞ പോലെ തന്നെ സാക്ക ഉണ്ടായിരുന്നെങ്കിൽ സാക്ക ലെഫ്റ്റ് വിങ് കളിച്ചിട്ട് എസ് എ ഓർ മധുവയ്ക്ക് അവർ രണ്ടുപേരും ഇപ്പുറത്ത് കളിച്ചാൽ. അപ്പോൾ മധുവയ്ക്കാണ് ഇപ്പുറത്ത് വരണമെന്നുണ്ടെങ്കിൽ രണ്ട് വിങ്ങിലും വൈഡായിട്ട് കളിക്കേണ്ടി വരും. ഇപ്പോൾ ഒരുവിധം എല്ലാ ടീമുകളും ഇങ്ങനെ ലോഫ് സൈഡറായിട്ട് തന്നെ കളിക്കുക. പക്ഷേ ഒരു ഗെയിം മുഴുവൻ ലോഫ് സൈഡായിട്ട് അവർ കളിക്കില്ല. അറ്റാക്ക് ഏത് ഭാഗത്തുകൂടി വേണം പോകുന്നത് ആ ഭാഗത്തേക്ക് ലോഫ് സൈഡായിട്ട് നിൽക്കുക. പക്ഷേ രണ്ടുപേരും ഇറങ്ങേണ്ടി വന്നാൽ അങ്ങനെ കളിക്കേണ്ടി വരില്ല. അപ്പോൾ അത് അർട്ടേറ്റ എന്താ ചെയ്യട്ടെ അതിനെ പറ്റിയിട്ട്. അപ്പോൾ സാക്ക ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇവർ പേസ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അർട്ടേറ്റ പേസ് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ ആദ്യത്തെ ഗോള് പ്യുവർ കൗണ്ടർ അറ്റാക്ക്, പ്യുവർ പേസ്, വേറെ ഒന്നും പറയാനില്ല. അടിച്ച ഗോൾ കീപ്പർ ഔട്ടടിച്ച ബോൾ ഇവിടെ നിന്ന് ക്ലിയർ ചെയ്തിട്ട് ആ ക്ലിയർ ചെയ്ത ബോൾ ഒരു ടച്ച് അപ്പുറത്തേക്ക് എത്തി, ബാക്കിയെല്ലാം മാർട്ടിനെല്ലിയുടെ കയ്യിലാണ്. എന്നാൽ പോലും മാർട്ടിനെല്ലിയുടെ കോൺഫിഡൻസ് വളരെ കുറവായിരുന്നുകൊണ്ട് ആ ഫിനിഷ് കണ്ടവർക്കറിയാം നേരെ ഗോളിൽ കതിലിക്കാണ് അടിച്ചത്. സാധാരണ അങ്ങനെ വരുമ്പോൾ ഇപ്പുറത്ത് വൈഡൊക്കെ സ്ഥലമുണ്ട്, അവിടേക്ക് അടിച്ചിട്ടാണ് ആൾക്കാർ ഫിനിഷ് ചെയ്യുക. സ്ട്രൈക്കർമാർ കോൺഫിഡൻ്റ് ആയിട്ടുള്ള ആൾക്കാർ അങ്ങനെ ഫിനിഷ് ചെയ്യും. പക്ഷേ നേരെ അടിച്ചത് കുറച്ചുകൂടി സേവ് ചെയ്യായിരുന്നു. പെട്ടെന്ന് റിയാക്ഷൻ ടൈം ഒന്നും കിട്ടിയില്ല, അങ്ങനെ അത് ഗോളായി. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ രണ്ടാമത്തെ ഈ പറഞ്ഞ മാതിരി തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മധുവക്കേനെ ഡബിൾ ഡൗൺ ചെയ്തിട്ടുണ്ടായിരുന്ന ബിൽബാവോയുടെ വിങ്ങാർ ഇപ്പുറത്ത് നേരെ ലെഫ്റ്റ് വിങ്ങിൽ മാർട്ടിനെല്ലി ഇറങ്ങിയപ്പോൾ ഇവർക്ക് റൈറ്റിൽ മധു എന്താണ് കൊടുത്തുകൊണ്ടുണ്ടായിരുന്നത് ആ സാധനം ഇവിടെ ലെഫ്റ്റ് വിങ്ങിന് കിട്ടി തുടങ്ങി. അവസാനമായപ്പോൾ അവർക്ക് അത് ചെയ്യാൻ പറ്റാണ്ട് അവിടെ നിന്നും ഒരു ഇമ്പാക്റ്റ് വന്നു. പക്ഷേ മധു ഈ ഗെയിം മുഴുവൻ കളിച്ചിട്ട് കിട്ടാത്തൊരു ഫൈനൽ ബോൾ മാർട്ടിനെല്ലി കൊടുത്തു. അതാണ് അതിൻ്റെ ഡിഫറൻസ്. മാർട്ടിനെല്ലി അത് പെർഫോം ചെയ്യേണ്ടത് അത്യാവശ്യമായിരുന്നു. കാരണം അവൻ്റെ ടീമിലെ സ്ഥാനം വരെ ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ അങ്ങനെ ഫൈനൽ ബോൾ കിട്ടി, ട്രൊസാർഡ് അടിച്ചു, ഡിഫ്ലക്ഷൻ ഗോൾ 2-0. ഈ അത്ലറ്റിക് ബിൽബാവോട് എനിക്ക് ഭയങ്കര റെസ്പെക്ട് ഉണ്ട് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ സ്പെയിനിലെ ബാസ്ക് കൺട്രി എന്ന് പറഞ്ഞൊരു പ്രൊഫഷണലുള്ള ടീമാണ്. അവർ ബാസ്കിലുള്ള ആൾക്കാർ, അവിടെ ജനിച്ച ആൾക്കാരെ അല്ലെങ്കിൽ അവരുടെ അക്കാദമിയിൽ നിന്ന് വരുന്ന പ്ലെയേഴ്സിനെ മാത്രമാണ് ടീമിൽ കളിപ്പിക്കുള്ളൂ. ഈ ഇടയായിട്ട് പോളിസിൽ ചേഞ്ച് വന്നൊന്നും എനിക്കറിയില്ല. അങ്ങനെ ആയിരുന്നു അവർ. പണ്ട് SBT എന്ന് പറഞ്ഞൊരു ടീം ഉണ്ടായിരുന്നു, നമ്മുടെ ഐ ലീഗിലെ കളിച്ചിട്ട് മലയാളികളുടെ ടീം, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ ടീം SBT. SBT ടീമിൻ്റെ പ്രത്യേകത ഉണ്ടായിരുന്നു, അവർ ഐ ലീഗ് കളിച്ചിട്ടത് മലയാളികളെ വെച്ച് മാത്രം. അന്ന് ആസിഫ് സഹീർ, അബ്ദുൾ ഹക്കീം, അബ്ദുൾ നൗഷാദൊക്കെ കളിച്ചിട്ടുള്ള SBT ടീം ഉണ്ടായിരുന്നു. എൻ്റെയൊക്കെ ചെറിയ പ്രായത്തിൽ അത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമായിരുന്നു എനിക്ക്, മലയാളികളെ വെച്ച് മാത്രം ഒരു ടീം ഐ ലീഗ് കളിക്കുന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ ആ ഒരു ബഹുമാനം എനിക്ക് അത്ലറ്റിക് ബിൽബാവോടുണ്ട്. പക്ഷേ ബൈ ചാൻസ് എന്താ പറയുക, ബൈ ചാൻസ് അല്ല, ആസ് ഫാർ ആസ് ഇപ്പോൾ കൺസേൺ ചെയ്യുമ്പോൾ അവർ അതിനും വേണ്ടിയുള്ള ഒരു ഇത് അവർക്ക് കിട്ടിയില്ല. ഈ ചെയ്യുന്ന എഫേർട്ടിനുള്ള ഒരു പ്രതിഫലം അവർക്ക് കിട്ടിയില്ല. അതാണ് അതിൻ്റെ ഒരു പ്രശ്നം. പിന്നെ എടുത്തു പറയേണ്ടതെന്ന് വെച്ചാൽ മോസ്ക്വറ നല്ല ചെറിയ പയ്യനാണ്, പുതിയ സൈനിങ് ആണ്. പക്ഷേ സാലിബയ്ക്ക് പരിക്ക് വന്നപ്പോൾ ഗബ്രിയലിന് വേണ്ടി ഗബ്രിയലിൻ്റെ ഒപ്പം പാർട്ണർഷിപ്പായിട്ട് വന്ന് കളിക്കുകയാണ് മോസ്ക്വറ. നല്ല പെർഫോമൻസ് ആയിരുന്നു, അടിപൊളിയായിരുന്നു. പക്ഷേ ട്രാൻസ്ഫോർമേറ്റീവ് സൈനിങ് ആവാൻ പോകുന്നത് അപ്പോൾ സുബിമെൻ്റി തന്നെയായിരിക്കും. യു ക്യാൻ കൗണ്ട് ഓൺ ദാറ്റ്. പക്ഷേ അർട്ടേറ്റയും ആഴ്സണലും ഇതൊന്നും പോരാ. അതാണ്